ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് വലിയ കടബാധ്യതയിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമുള്ളതും അതുപോലെ തന്നെ ജോലിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം തിരുവചനം. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതായി അവർ കണ്ടു. വചനം പറയുകയാണ്, അവർ രാവിലെ അത്തിമരത്തിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുമ്പോൾ അത് ഉണങ്ങിപ്പോയിരിക്കുന്നതായിട്ട് കണ്ടു. പത്രോസ് ഗുരുവിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലേ, ഗുരുവിനെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗുരു, നീ ആ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രതീകം? ഒന്ന്, സമൂലം നമ്മുടെ നാശത്തെക്കുറിച്ച് പറയുകയാണ് അല്ലേ. സമൂലം നശിച്ചു പോയത് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ അത്തിമരത്തിൻ്റെ സൂചിപ്പിക്കുന്നത് തന്നെ എന്താണ്? ഉണങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം ഒരു നാശത്തെക്കുറിച്ചാണ് അത്തിമരത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ നാശത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് അല്ലേ. നമ്മുടെ ദൈവവചനത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾക്കെതിരായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടൊക്കെ നമ്മൾ പോകും. വിശ്വാസത്തിൻ്റെ ഒരു ആഴമായ ബോധ്യമാണ് ഈ മർക്കോസ് 11-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന അപജയങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുകയാണ്. അത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമായി പോകും എന്ന് വചനം നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് വേണ്ടിയും അല്പം ത്യാഗം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെ അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ജോലി മേഖലയ്ക്ക് വേണ്ടിയൊക്കെ എല്ലാ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ വിശ്വാസത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ മേഖലയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും നിയോഗം വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.